എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് HF ട്രാൻസ്സീവറിൽ നമ്മുടെ ഓഡിയോ എങ്ങനെ നന്നാക്കാം എന്നുള്ളതിനെ ട്രാൻസ്മിഷൻ എങ്ങനെ നന്നാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. എൻ്റെ ഹാം സുഹൃത്തുക്കൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണത്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്നൊരു പ്രശ്നമാണ്. കാരണം HFൽ നമ്മുടെ ഓഡിയോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം എല്ലാവരും നേടുന്നൊരു വെല്ലുവിളിയാണത്. അപ്പോൾ അതെങ്ങനെ എന്തൊക്കെയാണ് അതിനകത്ത് ഈ ഓഡിയോയ്ക്കകത്ത് വരുന്ന പ്രശ്നങ്ങൾ, അതിന് പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ സിഗ്നൽ എത്രത്തോളം നന്നാകാൻ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ HF ബാൻഡിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്സീവർ, ഒന്നാമതായിട്ട് HF ട്രാൻസ്സീവർ ഈ ട്രാൻസ്സീവർ നന്നായിരിക്കണം. HF ട്രാൻസ്സീവർ നന്നായെങ്കിൽ മാത്രമേ നമ്മുടെ ഓഡിയോ ഔട്ട്പുട്ടിൽ നന്നായി പോകത്തുള്ളൂ. അതായത് ആൻറ്റിന വഴി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള റേഡിയോ സിഗ്നൽ ഔട്ട്പുട്ടിൽ വരത്തുള്ളൂ. അതായത് നമ്മുടെ ഓഡിയോ ഉൾക്കൊള്ളുന്ന ഒരു നല്ല സിഗ്നൽ. രണ്ടാമതായിട്ട് ആൻറ്റിനയും അതിനോട് ചേർന്ന കേബിളുകളും. രണ്ടാമത്തെ കാര്യം, ആൻറ്റിന മാച്ചിലായിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിഗ്നൽ നല്ല രീതിയിൽ പോകത്തുമില്ല. ഓഡിയോ കംപ്ലൈൻറ്റ്, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ അതുപോലെ കാണും. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ നോക്കേണ്ടതാണ് പവർ സപ്ലൈ. മൂന്നാമത് പവർ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്ന ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി, ട്രാൻസ്സീവർ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പവർ സപ്ലൈ. അതൊരു മെയിൻ പ്രധാനപ്പെട്ട ഘടകമാണ്. അത് വോൾട്ടേജ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ സാധാരണ ഉള്ള ട്രാൻസ്സീവറിൽ ഉപയോഗിക്കുന്നത് 13.87 അങ്ങനത്തെ താഴോട്ട് നമുക്ക് കൊടുക്കാം. ഏകദേശം ഒരു 12 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാം. പക്ഷേ അതിൽ താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എന്താ പറ്റുന്നത്, ഔട്ട്പുട്ടിൽ RF, അതായത് സിഗ്നൽ ക്ലിപ്പ് ചെയ്യുമെന്ന് പറയും. അതായത് ജസ്റ്റ് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണല്ലോ നമ്മുടെ സിഗ്നൽ പോകുന്നത്. ഏകദേശം ഒരു സൈൻ വേവ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ രീതിയിലായിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത്. RF വരുന്നത് ഈ രീതിയിലായിരിക്കും ഔട്ട്പുട്ടിൽ. ഇങ്ങനെ വരുമ്പോൾ ഇതിനൊരു സെൻട്രലിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടാം. ഇപ്പോൾ ഒരു ഉദാഹരണമാണ്, ഒരു 12 വോൾട്ടാണ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ എന്ന് വെച്ചു. അപ്പോൾ 12 ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് സെൻറ്റർ, ഈ 6 വോൾട്ടായിരിക്കും സെൻറ്ററായിട്ട് കണക്കൂട്ടുന്നത്. അപ്പം ഇവിടെ നിന്ന് മേളിലോട്ട് 12 വോൾട്ട്, ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം, ഇവിടെ 12 വോൾട്ട്, ഇവിടെ 0 വോൾട്ട്. ഈ 12 വോൾട്ട് ഇങ്ങനെ വരയ്ക്കാം, ഇവിടെ 0 ഇങ്ങനെ വരയ്ക്കാം, കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയും 12 വോൾട്ട് വന്നു, തിരിച്ച് താഴോട്ട് വന്ന് 6 വന്നു, തിരിച്ച് ചെന്ന് 0 വന്നു. അപ്പോൾ വോൾട്ടേജ് കുറവാണെങ്കിൽ എന്ന് വിചാരിക്കുക, വോൾട്ടേജ് കുറവാണെങ്കിൽ ഇവിടെ 10 വോൾട്ടേജ് ആയി കഴിയുമ്പോൾ അപ്പോൾ എന്താ പറ്റുന്നത്, ഇങ്ങനെ സിഗ്നലിൻ്റെ അടിവശവും മോളുവശവും കട്ടായിപ്പോൾ. അതിനാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട പവർ സപ്ലൈ കൃത്യമായ രീതിയിൽ, അപ്പോൾ വോൾട്ടേജ് കുറയാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഒരു ട്രാൻസ്സീവർ വർക്ക് ചെയ്യാൻ 12 വോൾട്ട്, ജസ്റ്റ് ഒന്ന് കണക്കൂട്ടുക, 12 വോൾട്ട് 5 ആംപിയറാണെന്ന് വെച്ചു. 5 ആംപിയർ പവർ സപ്ലൈ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ 5 ആംപിയർ ഉപയോഗിച്ചിട്ടില്ല, ഒരു 3 ആംപിയറാണ് ഉപയോഗിച്ചതെങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3 ആംപിയർ പവർ സപ്ലൈ 5 ആംപിയർ കിട്ടിയിട്ടില്ല. അപ്പോൾ കൂടുതൽ കറണ്ട് വലിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വോൾട്ടേജ് കുറയും. ഇപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ് ഇങ്ങനെ വോൾട്ടേജ് കുറയാൻ കാരണം നമ്മളിപ്പം ഇവിടെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടാത്തതുകൊണ്ടാണ് വോൾട്ടേജ് കുറയുന്നത്. അപ്പോൾ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും. അതായത് ഈ എന്താണ് ക്ലിപ്പിംഗ് ഒരു ഔട്ട്പുട്ട്. അപ്പം അവിടെ ഓഡിയോ നമ്മുടെ സിഗ്നൽ, നമ്മൾ RFനകത്താണല്ലോ നമ്മുടെ ഓഡിയോ സിഗ്നൽ മിക്സ് ചെയ്ത് വെളിയിലോട്ട് വിടുന്നത്. അപ്പോൾ അതും ഔട്ട്പുട്ടിൽ ക്ലിപ്പിംഗ് ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം, പിന്നെ നമ്മൾ നാലാമതായിട്ട് ചിന്തിക്കേണ്ടത്, ഉപയോഗിക്കുന്ന PTTയുടെ കേബിൾ വളരെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. PTT മൈക്കും, ഇപ്പം PTT മൈക്കും വളരെ നന്നായിട്ടിരിക്കണം. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ PTTയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതുണ്ട് ഇപ്പം ഞാനിത് ഹോം ബ്രൂ ചെയ്തൊരു PTT മൈക്കാണ്.
അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PTT മൈക്കിൻ്റെ കവർ അത് നല്ലതായിരിക്കണം. പറ്റുമെങ്കിൽ ഇതുപോലെ കമ്പനിയുടെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമ്പനിയുടെ സാധനമാണ്, കമ്പനി സെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അതിനകത്ത് ഇപ്പം ഈ കേബിൾ നല്ല ഷീൽഡ് വയർ ആയിരിക്കണം. ഇത് ഹോം ബ്രൂ ചെയ്തുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ചിലവിലാണ് ഞാനിത് ചെയ്തെടുത്തത്. ഇത് സാധാരണ നമ്മുടെ ഈ AC അഡാപ്റ്റർ ഉണ്ടല്ലോ, 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററിൻ്റെ വയറാണ്. നല്ല ഷീൽഡ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ കൂടുതലായിട്ട് RF പിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനിതിൻ്റെ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, RF വരാതിരിക്കാൻ വേണ്ടിയുള്ള. അതിനകത്ത് എഴുതിയിട്ടുണ്ട് 102 കോഡുള്ള, അതായത് 102 എന്ന് കപ്പാസിറ്ററിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയായിരിക്കും കപ്പാസിറ്റർ. അതിനകത്ത് 102 എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് സെറാമിക് വേണമെങ്കിൽ കൊടുക്കാം, പോളിസ്റ്റർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ആ കപ്പാസിറ്റർ ഈ കണ്ടൻസറിന് മൈക്കിനകത്ത് പാരലായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ട്രാൻസ്സീവറിനകത്തും കണക്ട് ചെയ്യുക. അപ്പം ഈ RF പ്രശ്നമൊന്നും വരത്തില്ല, ഓഡിയോ നന്നായിട്ട് തന്നെ വരും. കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ എനേബിൾ ചെയ്യുക.